ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. മസാല കുറവായിട്ടുള്ളൊരു ബിരിയാണി റൈസാണിത്. ഇനി ഇതുപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേന് കോരി മാറ്റാം. കൂടുതൽ കരിഞ്ഞു പോവരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 പച്ചമുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും 2 സവാള കട്ട് ചെയ്തതാണ്. കുറച്ച് വലിയ സവാളയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി വെന്ത് വന്നതിന് ശേഷം ചിക്കനും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ ചേർത്തിട്ടുള്ള അതേ മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3 കപ്പ് സാദാ ബിരിയാണി അരി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ മസാലയുടെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ നാരങ്ങാ നീരൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഈ ഒരു ചെറിയ പുളിയാണ് ഇതിന് ടേസ്റ്റ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്നതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്തെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വേറെ ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.